വൃശ്ചിക പുണ്യം പകർന്ന് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്കുത്സവം ആഘോഷിച്ചു. മൺചെരാതുകളിലും വിളക്കുകളിലും കാർത്തിക ദീപം തെളിയിക്കാൻ ഒട്ടേറെ ഭക്തരാണ് ദേവീ സന്നിധിയിൽ എത്തിയത്. കാർത്തിക ദീപം തെളിയിക്കാൻ ഒട്ടേറെ ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. പൂമൂടലിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രസാദ ഊട്ട് ആരംഭിച്ചു. രാവിലെ 10-ന് ശേഷം ആരംഭിച്ച പ്രസാദ ഊട്ട് വൈകിട്ട് 4:30 വരെ നീണ്ടു. 21,000 ഭക്തർ ദേവിയുടെ പിറന്നാൾ സദ്യയിൽ പങ്കെടുത്തതായി ദേവസ്വം അധികൃതർ പറഞ്ഞു. കൃത്യം 3 മണിക്ക് തന്നെ ക്ഷേത്രനടയിൽ തൃക്കാർത്തിക ദീപം തെളിയിച്ചുകൊണ്ടാണ് ഈ മഹോത്സവത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് കൃത്യം 10 മണിക്ക് തന്നെ വിഭവസമൃദ്ധമായ ദേവിയുടെ പിറന്നാൾ സദ്യയും തുടങ്ങുകയുണ്ടായി. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 10-12,000 ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേക പ്രസാദത്തിന് വൻ സജ്ജീകരണമാണ് ദേവസ്വം ഇവിടെ ഒരുക്കിയിരുന്നത്. ഏകദേശം 1000-ലധികം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പന്തൽ, 1000-ലധികം പേർക്ക് ക്യൂ നിൽക്കുന്നതിന് പന്തൽ, അങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെ എല്ലാ ജീവനക്കാരും വളരെ ദിവസങ്ങളായിട്ട് ഇത് വൻ വിജയമാക്കുന്ന പാടുപെടുകയാണ്. എന്തായാലും ഇത് ഈ തൃക്കാർത്തിക മത്സരം അതിവിജയമായി തന്നെ അവസാനിക്കുകയാണ്. വൈകിട്ട് മാടമ്പിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിലും കാർത്തിക വിളക്ക് തെളിയിച്ചു. പുലർച്ചെ 5 മുതൽ നവരാത്രി മണ്ഡപത്തിൽ കാടാമ്പുഴ ത്വരിത സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു. നമ്മൾ ഏകദേശം 30,000 പേർക്കുള്ള സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 15,000-ൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ സദ്യ ബൊഫേയിലായിട്ടും ഇലയിലായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും എത്ര പേര് വന്നാലും നമ്മൾ കൊടുക്കാനുള്ള സജ്ജീകരണത്തോടെയാണ് ഈ കമ്മിറ്റി ഈ ഭക്ഷണത്തെ കാര്യത്തിൽ. സാധാരണ ഒരു പിറന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 10-13 ഐറ്റം വരുന്നൊരു സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സാധാരണ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അതിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സദ്യയാണ് നടത്താറുള്ളത്. ഇന്ന് ദേവിയുടെ പിറന്നാൾ ദിവസമായതുകൊണ്ട് വളരെ വിപുലമായ പായസത്തോടു കൂടിയ ദേവിയുടെ ഇഷ്ടം കഠിനപ്പായസത്തോടു കൂടിയിട്ടുള്ള ഒരു വളരെ വിപുലമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. ശേഷം ദേവസ്വം ഗീതാ പാഠശാല വിദ്യാർത്ഥികളുടെ ഗീതാപാരായണം, സർവൈശ്വര്യ പൂജ, വളാഞ്ചേരി സാമവേദ മ്യൂസിക് അക്കാദമിയുടെ സംഗീതാർച്ചന എന്നിവ നടന്നു. പ്രധാന വേദിയിൽ രാവിലെ 6:30 മുതൽ KP ജിനചന്ദ്രൻ ആൻഡ് ടീമിൻ്റെ ഭക്തിഗാനമേള, പാലക്കാട് ലിൻഷാമോൾ ചന്ദ്രൻ, കൊടുങ്ങല്ലൂർ ശ്രദ്ധാരാജ് എന്നിവർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും, ചന്ദനക്കാവ് ഭദ്രദീപം ടീം, തൃക്കണാപുരം സമന്വയം ഗ്രൂപ്പ്, കാടാമ്പുഴ രുദ്ര, കൊളത്തൂർ ശിവപാർവതി, കുറ്റിപ്പുറം ബ്ലോക്ക് പെൻഷനേഴ്സ് ടീം, കുമ്പിടി, ആവണി, മങ്കമാർ എന്നിവരുടെ തിരുവാതിരക്കളി, അനിത നായർ അവതരിപ്പിച്ച ഭരതനാട്യം, കാടാമ്പുഴ വരദ ഗ്രൂപ്പിൻ്റെ ഭക്തിഗാനാർച്ചന എന്നിവ അരങ്ങേറി. രാത്രി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് സമർപ്പിച്ച തിരുവനന്തപുരം വിശ്വഭാവനയുടെ സിനി വിഷ്വൽ സ്റ്റേജ് ഡ്രാമ ഗൗരി ശങ്കരവും അരങ്ങേറി. കാടാമ്പുഴ ദേവസ്വത്തിലെ തൃക്കാർത്തിക ഉത്സവം 26-ാം തീയതിയാണ് ആരംഭിച്ചത്. അതിൽ ഓരോ ജീവനക്കാർക്കും അതിൻ്റേതായ പങ്കുണ്ട്. അവരെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. അവരത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇന്നേ വരെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ നിർവഹിച്ചു. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സമയം വരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടുകൂടിയും വളരെ ആത്മാർത്ഥതയോടും കൂടി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ട് വരാതെയാണ് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ. ഞാൻ ചായ ഇടുന്നുണ്ട്, വേണോ? വേണ്ട. അല്ലെങ്കിൽ വേണ്ട, എടുത്തോ. ഓക്കെ. വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട, പെരിന്തൽമണ്ണയിൽ സഫ വരുന്നുണ്ട്. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. Safa Jewelry now. Safa Golden Diamonds. Different by design.